ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള റേഷൻ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ റേഷൻ കാർഡൊന്നും നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലത് ഒന്നുകിൽ ക്യാൻവാസ് യൂസ് ചെയ്യാം, പേപ്പർ ക്യാൻവാസോ അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ ക്യാൻവാസോ ഉണ്ട്. അത് രണ്ടും ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാം കേട്ടോ. പൊട്ടവശത്ത് വെച്ച് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് 4 സൈഡിലും തയ്ച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളിതിനകത്ത് വെക്കുന്ന സംഭവങ്ങൾക്കൊന്നും വെള്ളം നനയൊന്നുമില്ല, വർഷക്കാലത്തും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല നിങ്ങൾക്ക് സ്റ്റിഫായി നിൽക്കാൻ മാത്രമേ വേണ്ടൂ എങ്കിൽ കോട്ടൺ തുണിയുടെ കൂടെ തന്നെ ക്യാൻവാസും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി സ്റ്റിഫായി നിൽക്കും. അപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഇതേ അളവ് റേഷൻ കാർഡിന് അതേ ഹൈറ്റ് നമ്മളെടുത്തു. അതിനുശേഷം കറക്റ്റ് അതിൻ്റെ വീതിയും പ്ലസ് 2 സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലോട്ടും 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ച് വീതിയാണ് തുണി എടുത്തിരിക്കുന്നത്. പിന്നെ 4.5 ഇഞ്ച് ഹൈറ്റാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോൾഡ് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ആ ഭാഗം ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ, അപ്പം മനസ്സിലാവും. 4.5 ഇഞ്ച് ഹൈറ്റാണ് വെച്ചിരിക്കുന്നത്, 7.5 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം മടക്കിയ ശേഷം നല്ല വശത്തേക്ക് മറിച്ചിട്ടു. എന്നിട്ട് വീണ്ടും എഗെയിൻ ഒരു പ്രാവശ്യം കൂടി മടക്കി. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് മുകളിലോട്ട് ഒരു 5 ഇഞ്ച് വീതി നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതൽ എടുക്കാം, 5 5.5 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും കൂടി വീതി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത ആ ഭാഗത്തിനെ സെൻറ്ററാക്കിയ ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് താഴെ എത്ര വരെയുണ്ടോ അതുവരെ. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത അതേ ലെവലിനൊപ്പം വെച്ചിട്ട് നമ്മൾ താഴെ ഭാഗം എത്രത്തോളം ഉണ്ടോ അതുവരെ എടുക്കാം. അതിനുശേഷം ബാലൻസ് ഉള്ളത് വരുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ബാലൻസ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. നമ്മളുടെ സ്കെയിൽ വെച്ച് വരച്ച ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡോ അതുപോലെ ഗ്യാസിൻ്റെ ബുക്കുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു നനയാത്ത രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് എടുത്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നമുക്ക് താഴെ പ്ലാസ്റ്റിക് കവർ ഇടണമെന്നേ ഉള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇടാണ്ടാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്യുന്ന രീതി നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലത്തെ സംഭവമല്ല, വേറെ രീതിയിലൊരു സംഭവമാണ് കേട്ടോ. അത് നമ്മൾ ഓർഗനൈസർ ബാഗാണ് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫാബ്രിക് ബാസ്ക്കറ്റിൽ നിന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിതിനകത്ത് പ്ലാസ്റ്റിക് കവർ ഇടുന്നില്ല കേട്ടോ. സ്റ്റിഫായി നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ക്യാൻവാസ് യൂസ് ചെയ്യാം. ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആയാലും പേപ്പർ ക്യാൻവാസ് ആയാലും ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്റ്റിഫായി തന്നെ നിൽക്കും കേട്ടോ. അതിനുശേഷം 2 സൈഡിലും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 ഇഞ്ചിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം മുകൾ ഭാഗം നമ്മൾ കട്ടി കുറവുള്ള ഭാഗമാണ് കേട്ടോ. ഏറ്റവും മുകളിലുള്ള ഭാഗം, അതായത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ മടക്ക് വന്നൊരു ഭാഗത്താണ് കേട്ടോ മുകൾ ഭാഗം. എന്നിട്ട് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ചെറുതായിട്ട് ഷേപ്പ് ഇട്ട് കൊടുക്കാം. എന്ന ശേഷം അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മളത് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കൊടുത്തില്ല എങ്കിൽ സ്ക്വയർ വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം കേട്ടോ. സ്ക്വയർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ മതി കേട്ടോ. നമ്മളിത് സ്ക്വയർ വേണ്ട, ഒരു ചെറിയൊരു ഷേപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഷേപ്പ് വരയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യേണ്ടത്, ഒന്നും കൂടിയും തയ്ച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആ ഭാഗം ഓപ്പണിങ് ആയിട്ടുണ്ടല്ലോ, നമ്മളതിങ്ങനെ ഷേപ്പ് ചെയ്തത് കൊണ്ട് ആ ഭാഗം ഓപ്പണിങ് ആയി. അതുകൊണ്ട് നമുക്ക് വീണ്ടും എഗെയിൻ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് സ്ക്വയർ തന്നെ മതി എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഭാഗത്തു നിന്ന് കെട്ടിട്ടിട്ട് തയ്ച്ചിട്ട് 4 ഇഞ്ചിൽ നമ്മൾ തയ്ച്ച് പോകുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് ആ കർവ് വരുന്നൊരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്നുകിൽ 2 രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാം, അല്ലെങ്കിൽ ചെരിഞ്ഞ് കട്ട് ചെയ്യാം കേട്ടോ.
ചെരിഞ്ഞ് സൈഡായിട്ട് ഇട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നാൽ നമ്മൾ തയ്ച്ചതിൻ്റെ മുകളിൽ കൊള്ളരുത്, ആ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് കർവ് കറക്റ്റാക്കി വെക്കാൻ പറ്റാവുന്ന ഒരു ടിപ്പുകളാണ് കേട്ടോ. നമുക്ക് ഉൾസൈഡ് മറിച്ചിടുമ്പോൾ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലാവുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രണ്ട് രീതികളാണ്. ആ രണ്ട് രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അതാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും മുകളിൽ 1 ലെയറിൽ നിൽക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം, ഇതിലിപ്പോൾ ഒരു ഫോൾഡഡ് ഭാഗം 2 1 ലെയറിൽ നിൽക്കുന്നൊരു ഭാഗമുണ്ട്. ആ ആദ്യത്തെ 1 ലെയർ ഭാഗം എടുത്തിട്ട് മറിച്ചിടുന്നു. എന്നിട്ട് നമ്മളിത് ഫസ്റ്റിൽ മറിച്ചിടുമ്പോൾ തന്നെ താഴെ ഭാഗം നമ്മൾ എഡ്ജസ്റ്റൊക്കെ ആ റൗണ്ടിൻ്റെ ആ കർവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ കറക്റ്റാക്കി കൊടുക്കണം. പിന്നീട് നമുക്കത് കറക്റ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു എഡ്ജസ്റ്റിൻ്റെ ഭാഗങ്ങൾ, കർവ് വന്നിട്ടുള്ള ഭാഗങ്ങൾ കറക്റ്റാക്കി കൊടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ഐഡിയാസ് ഡെയിലി ലൈഫിന് ആവശ്യമുള്ള ഒരുപാട് ഐഡിയാസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കാനുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പോക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം താഴെ ഭാഗം നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ, ആ ഒരു ഭാഗം ഉള്ളിലോട്ട് വരാനായിട്ട് എഗെയിൻ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ എഡ്ജസൊക്കെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒപ്പാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമ്മുടെ റെക്കോർഡ്സും ഫയൽസൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ബാഗ്സ് ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സിബൊന്നും വയ്ക്കാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ്. പിന്നെ ഒരുപാട് സ്ട്രഗിൾ എടുക്കാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പമുള്ള മോഡലിലാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ പാറ്റേൺ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, അങ്ങനെയുള്ള റേഷൻ കാർഡ്, അങ്ങനെ ഗ്യാസിൻ്റെ ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ്സൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ, ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ. പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം നനയാതെയോ അല്ലെങ്കിൽ ഒരു ബാഗിലാക്കി വെക്കണമെങ്കിലോ അങ്ങനെയൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഒരേ സ്ഥലത്ത് തന്നെ എടുക്കാൻ കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ അങ്ങനെ ചെയ്ത് നോക്കി നോക്കും കേട്ടോ. ഇവിടെയാണ് നമ്മൾ എന്താ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് പ്രസ് ബട്ടൺ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വെൽക്രോൺ വെക്കാം. ഞാനിതിന് വെൽക്രോണാണ് വെക്കുന്നത് കേട്ടോ. തൊട്ട് മുന്നത്തെ സംഭവം ചെയ്തതിൽ നമ്മൾ വെൽക്രോൺ തന്നെയാണ് വെച്ചത്, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ റേഷൻ കാർഡ്, നമ്മുടെ റെക്കോർഡ്സൊക്കെ ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഫയൽ ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.